കേരളത്തിലെ സന്യാസ സമൂഹ കൂട്ടായ്മയായ മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരള തനിമയിലേക്ക് എന്ന സന്ദേശമുയർത്തി സംസ്ഥാനതല ധർമ്മ സന്ദേശയാത്ര നടത്തും. ഒക്ടോബർ 7 മുതൽ 21 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് യാത്ര. യാത്രയ്ക്ക് സ്വാഗത സംഘ രൂപീകരണ യോഗം തിരുവനന്തപുരത്ത് ചേരും. ജൂൺ 11 വൈകിട്ട് 5 തിരുവനന്തപുരം ഉദയ പാലസിലാണ് യോഗം. കേരളത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠന്മാരും വിവിധ ആത്മീയ, സാംസ്കാരിക, സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കും. എല്ലാ സനാതന ധർമ്മ വിശ്വാസികളും സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് വയനാട് മേപ്പാടി മാതാമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി പറഞ്ഞു. ഒക്ടോബർ 7 മുതൽ 14 ദിവസങ്ങളിലായിട്ട് 21 വരെ കേരളത്തിൽ സന്യാസി ധർമ്മരക്ഷായാത്ര സംഭവിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സമ്പ്രദായങ്ങളിൽപ്പെട്ട സന്യാസിമാരും മഠങ്ങളും ഒക്കെ പങ്കെടുത്തുകൊണ്ട്, എല്ലാ സന്യാസി മഠങ്ങളിലെ ആചാര്യന്മാരും പങ്കെടുത്തുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു സന്യാസി ധർമ്മ രക്ഷായാത്ര വരികയാണ്. അതിൻ്റെ സ്വാഗതസംഘ രൂപീകരണം തിരുവനന്തപുരം ഉദയ പാലസ് കവടിയാറിൽ വരുന്ന ജൂൺ 11 നടക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് ഉദയ പാലസിൽ വെച്ചിട്ടാണ് സംസ്ഥാന തലത്തിലുള്ള സ്വാഗതസംഘ രൂപീകരണം നടക്കുന്നത്. എല്ലാ ആചാര്യന്മാരും പ്രഗത്ഭരായിട്ടുള്ള സന്യാസിമാരും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സനാതന ധർമ്മ വിശ്വാസികളും ഈ സ്വാഗതസംഘ രൂപീകരണത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ഭാഗഭാക്കാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവിധ ധാർമ്മിക മൂല്യങ്ങളെയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ സമൂഹത്തിൽ ഒരുപാട് പ്രവണതകൾ വളർന്നു വരികയാണ്. അതുപോലെ മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം അതീതമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ധർമ്മത്തെയും മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സന്യാസിമാർ തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു ധർമ്മരക്ഷാ യാത്രയാണ്. അത് കേരള തനിമയിലേക്ക് എന്നുള്ളൊരു സന്ദേശവുമായിട്ടാണ് വരുന്നത്. അതിൽ എല്ലാവരും പങ്കെടുക്കുക. ഇനി സംസ്ഥാന തലത്തിലെ സ്വാഗതസംഘം കഴിഞ്ഞു കഴിഞ്ഞാൽ ജില്ലാതലത്തിൽ സ്വാഗതസംഘങ്ങളുണ്ടാവും. എല്ലാവരും ജനങ്ങളുടെയും സനാതന ധർമ്മ വിശ്വാസികളുടെയും പങ്കാളിത്തം ഉണ്ടാവണം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ നന്മകളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.